ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ നിച്ചുടെ ബർത്ത്ഡേ ആവാറായി. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങണ്ടേ നമുക്ക്? അതിനായിട്ട് നമ്മൾ അബുദാബിയിലുള്ള അൽവാദ മാളിലെ ലുലു വന്നിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ടോയ്സിൽ. നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിച്ചുട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കാറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മൾ ഈ കാറ് സെലക്ട് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ഇത് ഫുൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണോ, റിമോട്ട് കൺട്രോളിലാണോ, എൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ഇതെങ്ങനെയോ ഓൺ ചെയ്യുന്നതൊക്കെ എല്ലാം മൊത്തത്തിൽ നോക്കിയാണ്. അപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ സെയിൽസ്മാനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ യെല്ലോ കളർ സ്റ്റോക്കില്ല, ആകെ സ്റ്റോക്കിലുള്ളത് റെഡ് കളർ മാത്രമേ ഉള്ളൂ. എനിക്കും ചേട്ടനും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് യെല്ലോ കളർ ആയിരുന്നു, പക്ഷേ സ്റ്റോക്കിൽ ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഉള്ളത് റെഡ് ആയതുകൊണ്ട് അത് വാങ്ങുമായിരുന്നു. അങ്ങനെ നിച്ചുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിച്ച റെഡ് കളർ കാറ്. നിങ്ങൾക്ക് ഇതിൽ ഏത് കാറ് ഇഷ്ടപ്പെട്ടേന്ന് പറയണം കേട്ടോ. യെല്ലോ ആണോ റെഡ് ആണോ ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് യെല്ലോ ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് റെഡ് ആയിരുന്നു. നമ്മൾ അവരെ കൂടെ അതിനെ അസംബിൾ ചെയ്യിപ്പിച്ചാണ്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്കിവിടെ വന്നിട്ട് ഫിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല. നിച്ചു എന്തായാലും ഹാപ്പിയാണ്. ആദ്യം ആൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ. പിന്നെ ആൾ ഓക്കെ ആയിട്ടോ. പിന്നെ ആൾ ഇത് കയറി കളിയൊക്കെ ആയിരുന്നു. എന്തായാലും കാറ് സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നിച്ചുവിനെ ഇരുത്തി നോക്കുവാണ് കേട്ടോ. നിച്ചുവിന് ആദ്യം കുറച്ച് മടിയൊക്കെ ആയിരുന്നു, പേടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കളിപ്പിച്ച് അതിലിരുത്തി ഓടിപ്പിച്ചൊക്കെ തുടങ്ങിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ ഫുൾ ടൈം അതിൽ കളിയാണ് കേട്ടോ. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. നെക്സ്റ്റ് നിച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണ്. ഇത് രണ്ട് വ്ളോഗായിട്ട് ഇടാനുണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഒറ്റ വ്ളോഗായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റും ബർത്ത്ഡേ വ്ളോഗും കൂടി ഒരുമിച്ചായിരിക്കും കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ബാർബിക്യൂ നേഷനിലാണ്. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ട്. സാധാരണ നമ്മൾ അൽവാദ മാളിലുള്ള ബാർബിക്യൂ നേഷനിലായിരിക്കും പോവാറ്. ഇത്തവണ നമ്മൾ മുസഫയിലുള്ള ഡെൽമ മാളിലുള്ള ബാർബിക്യൂ നേഷനിലാണ് വന്നിരിക്കുന്നത്. ഗൂഗിൾ റിവ്യൂ നോക്കിയപ്പോഴും ഡെൽമ മാളിലുള്ള ബാർബിക്യൂ നേഷനിലായിരുന്നു കേട്ടോ കൂടുതൽ റേറ്റിംഗ് കണ്ടത്. എന്നാൽ ഈ പ്രാവശ്യം ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ 8 ടൈം സ്ലോട്ടാണ് എടുത്തിരുന്നത് ഡൈനിങ്ങിനായിട്ട്. വെനസ്ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മാളിലായാലും ബാർബിക്യൂ നേഷനിലായാലും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നടന്നു പോകേണ്ട വന്നില്ല. എസ്കലേറ്റർ ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ എത്താൻ പറ്റി. ഫസ്റ്റ് നമുക്ക് കിട്ടിയത് സെൻറ്ററിലുള്ള സീറ്റായിരുന്നു. അപ്പം നമുക്ക് ഒട്ടും പ്രൈവസി ഉണ്ടായിരുന്നില്ല നിച്ചുവിനെയും കൊണ്ട് ഇരിക്കാനായിട്ട്. അപ്പം നമ്മൾ കോർണറിലുള്ള സീറ്റ് ചോദിച്ചപ്പോൾ അവർ നമുക്ക് അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്ത് തരുമായിരുന്നു. കോർണറിലുള്ള സീറ്റ് കിട്ടിയപ്പോൾ പുറത്തേക്കുള്ള കാഴ്ച കണ്ട് കുറച്ച് നേരം നിച്ചു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ. സെൻറ്ററിലുള്ള സീറ്റായിരുന്നെങ്കിൽ അവൾ ബഹളമൊക്കെ ഉണ്ടാക്കിയ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായേനെ. നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നപ്പോൾ നമുക്ക് നല്ല പ്രൈവസി കിട്ടിയിട്ടോ. നല്ല സ്പേസ് ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ നിച്ചു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അവരെ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ടേബിള്. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഒരു കേക്കൊക്കെ ആയിട്ട് വരും നിച്ചു ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ കേക്കൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിനൊരു സോങ് ഇടും. സോങ് ഇതിൽ ഉൾപ്പെടുത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും കേട്ടോ. അതുകൊണ്ട് സോങ് ഇതിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അവർ പ്ലേ ചെയ്യുന്ന സോങ് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അവർ സോങ് പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ കൈകൊട്ടും. അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും വന്ന് കൈകൊട്ടി എല്ലാവരും നമുക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ ചെയ്യും. നിച്ചുവിൻ്റെ പേര് എഴുതിയ കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം.
നിച്ചു ബേബിയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇറങ്ങുവാണ്. അൽവാദ മാളിലെയും ഡൽമ മാളിലെയും ബാർബിക്യൂ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് അൽവാദ മാളിലെ ബാർബിക്യൂ തന്നെയാണ് കേട്ടോ. ഇവരുടെ കസ്റ്റമർ സർവീസ് വളരെ നല്ലതാണ്, അതുകൊണ്ടാണ് ഗൂഗിളിൽ നല്ല റിവ്യൂ എന്ന് തോന്നുന്നു. ഫുഡ് എനിക്ക് അൽവാദ മാളിലെ ബാർബിക്യൂൻ്റെ ഫുഡാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇവരുടെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ കസ്റ്റമർ സർവീസ് എടുത്ത് പറയണം, സൂപ്പർ കസ്റ്റമർ സർവീസ് ആയിരുന്നു. ലൈവ് കൗണ്ടേഴ്സിലെ ഫുഡ് ഐറ്റം പോലും നമ്മുടെ ടേബിളിലേക്ക് ഇവർ എത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അൽവാദ മാളിൽ അങ്ങനെ ഉണ്ടാവില്ല, ബാർബിക്യൂ മാത്രമേ നമ്മൾ ടേബിളിൽ എത്തിക്കുകയുള്ളൂ. ലൈവ് കൗണ്ടേഴ്സൊക്കെ നമ്മൾ തന്നെ പോയി ഇടിക്കണം. പക്ഷെ എന്തോ അൽവാദ മാളിയിൽ ഫുഡ് കഴിച്ചാൽ മനസ്സ് നിറയുന്ന ഒരു ഫീല് കിട്ടും. ഇവിടെ നമ്മൾ വയറ് മാത്രമേ നിറഞ്ഞുള്ളൂ, മനസ്സ് നിറഞ്ഞൊരു ഫീൽ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടനും സെയിം ഫീൽ തന്നെയാണ് തോന്നിയത്. എന്തായാലും നിച്ചുവിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് നിച്ചുവിന് വിഷൊക്കെ ചെയ്ത് നമ്മൾ കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാനും കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.